ഇപ്പം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ നിൽക്കുവാണ്. അപ്പം ഇവിടെ വന്ന ഇവിടുത്തെ സ്പെഷ്യൽ നമ്മുടെ ഉണ്ണിയപ്പമാണ്. ഗണപതി അമ്പലത്തിൽ വരുന്നതിന് കുറേ പേര് ഈ ഉണ്ണിയപ്പം വാങ്ങണം എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് വരുന്നത്. നമ്മളപ്പോൾ ഇവിടെ വന്നു, തുണ്ടെടുക്കുന്ന അവിടെ ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു. സാധാരണ ഈ ഭയങ്കര തിരക്കുണ്ടാകേണ്ടതാണ്. തുണ്ടെടുത്ത് ഉണ്ണിയപ്പം വാങ്ങണം. അതിനുള്ള കൂപ്പൺ നമ്മുടെ കയ്യിലുണ്ട്. അവിടെ പോയി അവിടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഉണ്ണിയപ്പം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ പോയി ആ ഉണ്ണിയപ്പം വാങ്ങിച്ച് ചൂടോടുകൂടി വാങ്ങിച്ച് അത് കഴിക്കുന്ന ഒരു ഫീലുണ്ടല്ലേ, അന്യായമാണ്. അത് പറഞ്ഞറിയാൻ പറ്റില്ല. ഇവിടെ വന്നാൽ ഇവിടുത്തെ ഉണ്ണിയപ്പം കഴിക്കുന്ന ഫീലൊരു വേറെ ഇത് തന്നെയാണ്. പിന്നെ ഈ തേങ്ങ കണ്ടില്ലേ, തേങ്ങ നമ്മൾ സാധാരണ പുറത്താണ് ഉടയ്ക്കുന്നത്. നമുക്ക് അമ്പലത്തിനകത്ത് ഗണപതിയുടെ മുൻപിലും ഇത് ഉടയ്ക്കാം. പക്ഷേ അതിന് പുറത്തുനിന്ന് ഇതുപോലൊരു കൂപ്പൺ എടുക്കണം. 10 രൂപയേ ഉള്ളൂ. അർച്ചന നടക്കുന്ന സ്ഥലത്ത് പറഞ്ഞാൽ അവർ എഴുതി തരും. അപ്പോൾ ഈ തേങ്ങ അകത്തുടയ്ക്കാനുള്ളതാണ്. ഒരെണ്ണം ഇവിടെ പുറത്തുടയ്ക്കാൻ. നമുക്ക് തേങ്ങയൊക്കെ ഉടച്ച് ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ട് വരാം. തേങ്ങ ഇവിടെ ഉടച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു റെസ്റ്റ് ഇല്ലാതെ. അതിൻ്റെ ഇടയിൽ കൂടി നമ്മളും ഒരു തേങ്ങ എടുത്ത് പുറത്തങ്ങ് ഉടച്ചു. കണ്ടില്ലേ, ഒരാൾ മാറിയാൽ അടുത്ത ആളിങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കും. കുറേ പേര് ചാക്കിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ചാക്ക് തേങ്ങയൊക്കെയാണ് കേട്ടോ ഇറങ്ങി ഉടയ്ക്കുന്നത്. അപ്പം ഒരു തേങ്ങ ഇവിടെയും ഉടച്ചു, ഒരു തേങ്ങ അകത്തും ഉടച്ചു. നമുക്ക് ക്ഷേത്രത്തിൽ ഗണപതിയുടെ മുന്നിലും തേങ്ങ ഉടയ്ക്കാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞ കണക്ക് നേരത്തെ ഒരു അവിടെ പുറത്തുനിന്നൊരു തുണ്ടെടുത്താൽ മതി. അത് ഗണപതിയുടെ മുന്നിൽ നമുക്ക് ഉടയ്ക്കാൻ പറ്റും. കണ്ടില്ല, അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഈ പൂജയും പ്രസാദവും അങ്ങനത്തെ സംഭവമൊക്കെ, ഈ മാലയൊക്കെ ഇവിടെ വെക്കണം കേട്ടോ. അത് എണ്ണ അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ അതിനവിടെ ഒരാളിരിപ്പുണ്ട് വാങ്ങിച്ചു വയ്ക്കും. പിന്നെ പ്രസാദങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങാം. ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാകുന്ന സ്ഥലമാണ്, കണ്ടില്ലേ. ഈ ക്ഷേത്രത്തിൻ്റെ അകത്തിരുന്ന് തന്നെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് നമുക്ക് ഉണ്ണിയപ്പം വാങ്ങാം. പിന്നെ അറ്റത്തായിട്ട് തന്നെ നാഗരാജാവ് ഇരിപ്പുണ്ട് സൈഡിലായിട്ട്. അവിടെ ഈ പുള്ളുവൻ പാട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് വായിപ്പിക്കും. ഒരു ആളെ നിൽപ്പുള്ളായിരുന്നു. അപ്പം ഈ ഒരു പയ്യനായിരുന്നു അവിടെ നിന്നത്. ഇപ്പം നല്ലപോലെ പാടുന്നുണ്ട്. അത് കേട്ട് നമ്മളിങ്ങനെ നിൽക്കുമായിരുന്നു കുറച്ച് നേരം ഷൂട്ട് ചെയ്ത്. അപ്പം എങ്ങനെയുണ്ട്? സൂപ്പറാ. എല്ലാം കഴിഞ്ഞ് നമ്മൾ കുളത്തിൻ്റെ സൈഡിൽ വന്നിട്ട് ഉണ്ണിയപ്പം കഴിക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ നിന്ന് ബാക്കി ഉണ്ണിയപ്പം ഒരാളങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരുന്ന നല്ല അടിപൊളി ഫീലായിരുന്നു. ആ കുളത്തിൻ്റെ അടുത്ത് നല്ല ചൂട് ഉണ്ണിയപ്പം. അതും രാവിലെ നമ്മൾ കാപ്പിയൊന്നും കുടിക്കാതെയാണ് പോയത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വരെ ഉണ്ണിയപ്പമാണ് ഇപ്പം കഴിയുന്നത്. അപ്പം നല്ലൊരു ഫീലായിരുന്നു. അടിപൊളി ഉണ്ണിയപ്പമായിരുന്നു. എങ്കിലും നമ്മുടെ പഴയ ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ആ ലെവലിൽ എത്തിയില്ല എന്നെനിക്ക് ചെറിയൊരു അഭിപ്രായമുണ്ട്. പിന്നെ താഴെ കുളത്തിൽ ഇങ്ങനെ മീനും കാര്യങ്ങളും കൊണ്ട് ഒരുപാട് മീനുണ്ടായിരുന്നു. അപ്പം നമ്മൾ മീനിന് കൊടുക്കാനായിട്ട് ഫുഡ് ഒരു പൊരി അപ്പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ മീനിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പണ്ട് നമ്മൾ കുളത്തൂപ്പുഴയിലൊക്കെ പോകുമ്പോൾ മിക്കവാറും ഇങ്ങനെ ചെയ്യാറുണ്ട്. അത് നല്ല രസമാണ്. ഇങ്ങനെ ഇത് കൊടുക്കുമ്പോൾ മീൻ ഇങ്ങനെ ഓടി വരും, കണ്ടില്ലേ. എന്നിട്ട് അതെല്ലാം കുത്തി തിന്നുകൊണ്ട് പോകും. അപ്പം ഞാനിങ്ങനെ മീനിന് പൊരി ഇട്ടുകൊണ്ടിരുന്നു. പൊരി ഇടുമ്പോൾ അവിടെ മീൻ ഇങ്ങനെ കൂടി വരും, കണ്ടില്ലേ. ബേക്ക് ചെയ്യുന്ന ഒരാളെന്നെ അപ്പം വിളിച്ച് മീൻ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് കൂടെ ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കൊടുത്തു. കണ്ടില്ലേ, നമ്മുടെ ശിവനന്ദ കുട്ടൻ അങ്ങനെ മീനിന് ഫുഡ് ഇട്ട് കൊടുത്തു. എന്നിട്ട് മുകളിലോട്ട് വന്നു. ഈ സമയത്ത് തന്നെ വേറൊരു പുള്ളിക്കാരൻ കുളത്തിൽ വന്ന് അവിടെ തിരിഞ്ഞടിച്ച് വീണായിരുന്നു. പിന്നെ അതിൻ്റെ പുറകിലായിരുന്നു കുറച്ച് നേരം. പിന്നെ പുള്ളീനെ എടുത്ത് കരയിലോട്ടാകെ. പിന്നെ വേറൊന്നും അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ദോഷങ്ങൾ വീരാതെയുള്ള മഹാരോഗങ്ങൾ